ഹായ് നമസ്കാരം, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ പൊഴിയിൽ സുജിത്. ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചൊരു അബദ്ധം പറ്റി കേട്ടോ. എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ, എൻ്റെ മുഖം മാറി, എൻ്റെ കണ്ണിൻ്റെ കളർ കണ്ടോ, മൊത്തം ബോഡി മൊത്തം മാറി. ഗുജറാത്തിൽ വന്നിട്ട് നിങ്ങൾക്കറിയും ഫുഡിൻ്റെ ഒരു സംഭവം ഭയങ്കരമായിട്ട് പറ്റി. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഫുഡാണ്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫുഡാണ്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് കേട്ടോ. ഞാനത് അനുഭവിച്ചിപ്പോൾ ഞാൻ പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ്. ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ കാണിച്ചു തരാം എങ്ങനെയുള്ളത് എന്നുള്ളത്. ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഇപ്പം നിൽക്കുന്ന ഒരു പെട്രോൾ പമ്പ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ ഒരു ഓട്ടോയ്ക്കാണ്. ഈ കാണുന്ന ഓട്ടോ ഉണ്ടോ, ഇതൊരു CNG ഓട്ടോ ആണ്. അത് ഫില്ലിയാണ്, ഗ്യാസ് ഫില്ലിയാണ്. അപ്പം ഗുജറാത്തിൽ വരുന്നവർ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. വരുന്നവർക്ക് ഫുഡിൻ്റെ ഇഷ്യൂ എന്തായാലും ഉണ്ടാവും. എനിക്ക് പറ്റിയെന്ന് അറിയില്ല. എൻ്റെ സൗണ്ട് പോയി, നല്ല സ്റ്റൊമക്ക് പെയിൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫുൾ ഇഷ്യൂസാണ്. അപ്പോൾ എന്താ അവസ്ഥ അറിയില്ല. ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ എപ്പോൾ ആലോചിച്ചപ്പോഴാണ് എനിക്ക് കാര്യം തോന്നുന്നത്. എന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന കൂടി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ വന്ന ഓട്ടോ ഉണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് ഫ്രിഡ്ജ് എന്തോ ആണ് അതിൻ്റെ അകത്ത് ഉണ്ടല്ലേ. ഇതോട്ട് ഹോസ്പിറ്റലിൽ കണ്ടില്ലേ, ആരുമില്ലട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. വന്ന ഉടനെ അവരെന്ത് ചെയ്തു വരാം, ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്തു. അതിനുശേഷം 2 ഇഞ്ചക്ഷൻ ഒന്ന് കൈ ഒന്ന് ചന്ദിക്കും. ഇന്ത്യക്ക് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ അന്വേഷിച്ചേട്ടോ, ജസ്റ്റ് ഡോക്ടറൊക്കെ ചോദിച്ചു. ഡോക്ടറുടെ അത്യാവശ്യം എന്താ അവസ്ഥ. ഇതാട്ടോ ഹോസ്പിറ്റല്. ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കണ്ടില്ലേ, ചെറിയൊരു ഹോസ്പിറ്റൽ കേട്ടോ, അത്യാവശ്യം കൊള്ളാം. മെഡിസിൻ കിട്ടി. മെഡിസിൻ കണ്ടില്ലേ, ഇതുപോലത്തെ പ്ലാസ്റ്റിക് കേട്ടോ. കുറേ മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകം പറഞ്ഞിട്ട് അത് ഇംഗ്ലീഷിൽ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടിതൊരു മെഡിക്കൽ സ്റ്റോറ്. 340 രൂപയുണ്ടോ, 340 രൂപയായി. ഇതാണ് ഹോസ്പിറ്റൽ കണ്ടില്ലേ. ഒരു ബൈക്ക് പോയതാണ്. ഫുഡിൻ്റെ ഇഷ്യൂ എന്നാണ് പറഞ്ഞത്. ഞാൻ ചെക്ക് ചെയ്തു. ഇപ്പം കുറച്ച് നേരത്തെ ശ്വാസം മുട്ടലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് മാറി. ജലദോഷമൊക്കെ പിടിച്ചാണ് വെള്ളത്തിൻ്റെ. ഇപ്പം അത് മാറി. ആ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം പെട്ടെന്ന് മാറി. അപ്പം അത് വലിയൊരു ഭാഗ്യമായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് പോകണം. കണ്ടില്ലേ, ഒരു ലോക്കൽ ടൗൺ കേട്ടോ. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണ് ഈ ഹോസ്പിറ്റൽ കണ്ടുപിടിച്ചത്. അത്യാവശ്യം നല്ല ഹോസ്പിറ്റലായിരുന്നു. അവിടെ ആർക്കും ഹിന്ദി അറിഞ്ഞൂടാ. പിന്നെ ഡോക്ടർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ. അപ്പോൾ ഗുജറാത്തിൽ വരുന്നവർ ശ്രദ്ധിക്കുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. മലയാളി ഹോട്ടലുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഗുജറാത്തി ഫുഡ് കഴിച്ചാൽ പണി കിട്ടും. കണ്ടില്ലേ, ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടുന്ന് സ്ഥലം എങ്ങനെയുണ്ട്, ഉള്ളതാണ് എന്താ വാങ്ങേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണേ. നോക്കട്ടെ, എന്തെങ്കിലും വാങ്ങാൻ പറ്റുവാണെങ്കിൽ അത് വാങ്ങണം. സൗണ്ടൊന്നുമില്ല. ഇവിടുത്തെ ഈ ലോക്കൽ ഏരിയയിലെ കൺസ്ട്രക്ഷൻ കണ്ടോ, ഈ സൈഡൊക്കെ കണ്ടില്ലേ, കണ്ടോ, ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇതുണ്ടോ, ഇങ്ങനെ രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ നേരെ അതിൻ്റെ അകത്ത് പോയി വീഴും. അങ്ങനത്തെ സ്ഥലം കേട്ടോ. ഷോപ്പൊക്കെ ഉണ്ട്. നിഷ മൊബൈൽസ് കണ്ടിട്ട് എന്തൊക്കെ സാധനങ്ങൾ വെക്കും. ഇതൊക്കെയാണ് ഐറ്റം. മൊബൈൽ കടയുണ്ട്, പക്ഷെ എല്ലാം കൂടി ഒന്നാണെന്ന് തോന്നുന്നു. അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ചെറിയൊരു ടൗണ്, വലിയ ടൗണൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം ചെറിയൊരു ടൗൺ. നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമെന്ന്. ഞാനിപ്പം വന്നൊരു ചെറിയൊരു ടൗണിലാണ്. ഈ ഒരു മരം കണ്ടോ,
കുറേ വർഷം പഴക്കമുള്ളൊരു മരമാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ടെമ്പിൾ പോലൊരു സംഭവമുണ്ട്. കണ്ടില്ലേ, ചെറിയൊരു ടൗൺ കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഒരു ബാർബർ ഷോപ്പാണിത്. അതുപോലെ തന്നെ ഇവിടെ കുറേ ക്ലോത്തിൻ്റെ ഷോപ്പ് കാര്യങ്ങളൊക്കെ കാണാം. റോഡൊക്കെ കണ്ടില്ലേ, ചെറിയൊരു സ്ഥലം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. കണ്ടില്ലേ, ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയാം, രാത്രി ഏകദേശം 8 മണിയാകാനായി. ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇതൊക്കെയാണ് കാഴ്ചകൾ. ചെറിയൊരു വീഡിയോ ആയിരുന്നു, നിങ്ങളെ കാണിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം കേട്ടോ.